കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുന്ന നമുക്കൊരുമിച്ച് ഈ നല്ല ദിനത്തിൽ ദൈവകൃപയ്ക്ക് വേണ്ടി ധാരാളമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി, ആ അഭിഷേകം നമ്മെ നടത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവീയ കൃപകൾ ധാരാളമായിട്ട് ഒഴുകട്ടെ. കൈകളടിച്ച് പാടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മഫലങ്ങളാൽ നിറഞ്ഞിടുവാനായി ആത്മാവിൻ മാരിയാൽ നനച്ചിടണേ. ആത്മഫലങ്ങളാൽ നിറഞ്ഞിടുവാനായി ആത്മാവിൻ മാരിയാൽ നനച്ചിടണേ. ആദ്യ സ്നേഹം നിലനിർത്തിടാനായി ആത്മദാനത്താൽ നിറയ്ക്കണമേ. ആദ്യ സ്നേഹം നിലനിർത്തിടാനായി ആത്മദാനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. കരങ്ങൾ ഉയർത്തി ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. അടിച്ചു പാടാം. പാപത്തിന് അനർത്ഥങ്ങൾ അറിയാം, നീതിയിൽ ബോധം ഉണരാം. പാപത്തിന് അനർത്ഥങ്ങൾ അറിയാം, നീതിയിൽ ബോധം ഉണരാം. ന്യായവിധിയുടെ അറിവുകളേകാൻ പരിശുദ്ധാത്മാവേ വരണേ. ന്യായവിധിയുടെ അറിവുകളേകാൻ പരിശുദ്ധാത്മാവേ വരണേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. നിങ്ങളുടെ ഉച്ചത്തിൽ ഹല്ലേലൂയ, ആരാധന. അഭിഷേകം പെയ്തിറങ്ങട്ടെ എല്ലാ മക്കളും, നിങ്ങളുടെ കുടുംബങ്ങളിലെ ജീവിതങ്ങളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കണ്ടുവരട്ടെ. അഗ്നിമഴ പെയ്തിറങ്ങട്ടെ, ജീവജലം ഒഴുകിയിറങ്ങട്ടെ. എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടെ, എല്ലാവരുടെ ബന്ധനങ്ങൾ അടിക്കട്ടെ. ശാപ രോഗ പൈശാചിക പീഡകൾ എല്ലാ മക്കളും വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വരട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ നാവിനെ, ചെവിയും, കണ്ണിനെ, നാവിനെ, ഹൃദയത്തെ, മനസ്സിനെ എല്ലാം നിയന്ത്രിക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണേ പരിശുദ്ധാത്മാവ്. ഞങ്ങൾ നയിക്കണേ പരിശുദ്ധാത്മാവെ. ഞങ്ങളെ സഹായിക്കണേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണേ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് പാടാം ശക്തിയോടെ. അഭിഷേകം പരിശുദ്ധാത്മാവേ. വചനത്തിൽ വേരൂന്നി വളരാ, ആത്മാവിനെ അനുസരിക്കാം. വചനത്തിൽ വേരൂന്നി വളരാ, ആത്മാവിനെ അനുസരിക്കാം.
വരം ഞങ്ങൾക്കെന്നും ലഭിച്ചിടുവാൻ പരിശുദ്ധമാവേ വരണേ. വരം ഞങ്ങൾക്കെന്നും ലഭിച്ചിടുവാൻ പരിശുദ്ധമാവേ വരണേ. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. സ്തുതിക്കുന്നു, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധമാവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. സ്തുതി, ആരാധന. ഹല്ലേലൂയ, ആരാധന. സ്വേ നന്ദി, ആരാധന. ഹല്ലേലൂയ. മഹത്വം ഇറങ്ങട്ടെ, കർത്താവിന്റെ മഹത്വം എല്ലാ മക്കളും ഇറങ്ങട്ടെ. ആദ്യ പെന്തക്കോസ്ത് അനുഭവം തന്നെ സഭയിലേക്ക് ഒഴുകട്ടെ, അനുഭവിക്കട്ടെ എല്ലാവരും. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ശക്തിയോടെ, ശക്തിയോടെ, വിഷയത്തോടെ, വിഷയത്തോടെ. Jesus, Jesus. യേശുവിൻ സാക്ഷിയെ തീരാ വേഗത്തിൽ സാക്ഷ്യമായി മാറാ. യേശുവിൻ സാക്ഷിയെ തീരാ വേഗത്തിൽ സാക്ഷ്യമായി മാറാ. ജീവൻ നമ്മിലേക്ക് പകർന്നിടുവാൻ പരിശുദ്ധമാവേ വരണേ. ജീവൻ നമ്മിലേക്ക് പകർന്നിടുവാൻ പരിശുദ്ധമാവേ വരണേ. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. പരിശുദ്ധമാവിൽ നിറഞ്ഞാൽ നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെൻ സാക്ഷികളാകും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഈ 4-ാം ദിവസം നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 6 ദിവസത്തിന് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കമുള്ളവയായി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് എന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന്
അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി, യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കർത്താവിൻ്റെ രൂപാന്തരീകരണം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കമുള്ളതായി എലിയായും മോശയും അവന് പ്രത്യക്ഷപ്പെട്ടു. ലൂക്കാ സുവിശേഷത്തിൽ ഈ സംഭവം പറയുമ്പോൾ, ഈ കർത്താവിൻ്റെ രൂപാന്തരീകരണം പറയുമ്പോൾ ഒരു വചനം കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. ലൂക്കാ 9:29. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോട് ശോഭിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. ശരിക്കും ഇവിടെ ഈശോയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, സാന്നിധ്യമാണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ കാരണം. ലൂക്കാ 4:18 ഈശോ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ശരിക്കും നമ്മളിൽ രൂപാന്തരീകരണം നടക്കുന്നത്, ആത്മീയമായ ജീവിതത്തിന് മുഴുവൻ രൂപാന്തരീകരണം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നടത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തളർച്ചകളുണ്ടാകും. വലിയ തളർച്ചകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം അത് എന്നും ഒരുപോലെയല്ല ആത്മീയ ജീവിതം പോകുക. ചില സമയത്ത് അതിൻ്റെ ഏറ്റക്കുറവുകളുണ്ടാകും. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം പോലെ ചില സമയത്ത് മരുഭൂമിയുടെ അനുഭവം, ശൂന്യതയുടെ മുകളിൽ ആകാശം താഴെ മണലാരണ്യം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ മരുഭൂമി ഒന്നുമില്ലാത്ത അവസ്ഥ, അങ്ങനെ സീറോ ആയി നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. പക്ഷെ ഇവിടെയൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ഉണർത്തുന്ന സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പത്രോസ്, യാക്കോബ്, യോഹന്നാനെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഈശോ മലമുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമില്ല. അവരുടെ മുമ്പ് വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുകയാണ് അവർ. അപ്പോൾ അവർ വീണ്ടും ഉണരുകയാണ്, ശക്തി പ്രാപിക്കുക, ശക്തിപ്പെടുക. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്ന പോലെ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറയും. ശക്തി പ്രാപിക്കും, യു വിൽ ബി സോ പവർഫുൾ. കാരണം പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ച് നിൽക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന് 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെയുള്ള വചനം. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്, ശത്രുക്കളിൽ നിന്ന് വലിയൊരു ഭീഷണി ഉണ്ടായി, വലിയ പീഡനമുണ്ടായി. ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികൾക്ക് വലിയൊരു മതമർദ്ദനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ തകർന്ന്, ശരിക്കും ഒരു തളർന്നവർ, ഒരു വിഷമിക്കുന്നവർ, വീണുപോവുകയാണ്. അപ്പം ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവർ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അവസാന ഭാഗമുണ്ട്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ശരിക്കും അവിടെ ഒരു ഭയം വരുന്നു, ഒരു ഭയം കയറി പിടിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ഭയം കയറിപ്പോഴും അവർ ധൈര്യം കുറയുന്നു. സുവിശേഷ പ്രഘോഷണം ധൈര്യം കുറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവർ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും അവരുടെ മേൽ പെയ്തിറങ്ങുന്നൊരനുഭവം. ആ പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവരെ ഉണർന്നു, എഴുന്നേറ്റവർ ധൈര്യപൂർവ്വം അതിശക്തിയോടെ അവർ സുവിശേഷം പ്രസംഗിക്കുന്നത് കാണാൻ പറ്റും. അവിടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം സംഭവിക്കുന്നു. ശരിക്കും ഇവിടെ ഈ ആത്മീയ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ അവരെ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. നിരന്തരം അവരെ കൈപിടിച്ച് നടത്തുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അവർക്ക് ദർശനങ്ങൾ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്, ദൈവദൂതന്മാരെ കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്, ദൈവസ്വരം അവരെ കേൾപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ്. ശരിക്കും പരിശുദ്ധ ഒരു വ്യക്തി എന്ന പോലെ, വ്യക്തിയായിട്ട് തന്നെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്നത്, യാത്ര ചെയ്യുന്നത് അവർക്ക് അനുഭവിക്കാൻ പറ്റി, അത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളൊക്കെ തളരും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ചില സമയത്ത് ഏറ്റക്കുറവുകൾ വരും, ഉയർച്ചയും താഴ്ചയ്ക്കും. പക്ഷേ ഇവിടെ ആരുടെ സഹായത്തിന് നമ്മൾ ഓടി നടക്കും?
പക്ഷെ ഒന്നും കാര്യം, അവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനം ഈശോ പറയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുക, എന്നാൽ നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അപ്പോൾ ഈശോ പറയാം, ഞാൻ നിങ്ങൾ അനാഥരായി വിടും. ഒരു അനാഥരായി ഒറ്റയ്ക്ക് നിങ്ങൾ വിടില്ല എന്ന് ഈശോ ഉറപ്പ് പറയുകയാണ്. ഈശോ പറയുന്നതിൻ്റെ കാരണം ആ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെ കുറിച്ച്. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഒരു ഈശോ പ്രവർത്തിച്ച ആ രൂപി തന്നെ നിങ്ങളെ വഴി നടത്തുമെന്ന് ഈശോ പറയുകയാണ്. അത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-20 വചനം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവ് അവരുടെ കൂടെ. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ക്രൈസ്തവ ജീവിതം അത് നടത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തി അപ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും. ഇപ്പോൾ ഈ പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ ഹൃദയം നിറച്ച പരിശുദ്ധാത്മാവിനോടുള്ളൊരു ബന്ധം ഉണ്ടാകും. ശരിക്കും നമ്മളെ സഹായിക്കുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും കാണാറുണ്ട്, രോഗികൾ വരുന്നുണ്ട്, പൈശാചിക പീഡകൾ വരുന്നൊരു പ്രശ്നങ്ങൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ വരുമ്പോൾ ഒരു ദൈവിക ജ്ഞാനം എന്നെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അതൊരിക്കലും എൻ്റെ കഴിവിലുണ്ടാകുന്നൊരു സംഭവമല്ല, എനിക്ക് എൻ്റെ എഫിഷ്യൻസി കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ എൻ്റെ പഠനം കൊണ്ടോ അല്ലാതൊരു സംഭവം നടക്കുക ഞാൻ കാണാറുണ്ട്. അപ്പം അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് സഹായിച്ചിട്ട് അങ്ങ് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വലിയ വിടുതൽ, ബുദ്ധിക്ക് അതീതമായ ദൈവിക പ്രവർത്തനം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ സംഭവിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ അരൂപി നമ്മളെ നയിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു ഡെലിവറൻസ് കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും ഞാൻ കാണാറുണ്ട്, ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം, അടയാളോ, രോഗശാന്തി എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒരു കരം ഞാൻ കാണാറുണ്ട്. എൻ്റെ കരമല്ല, ദൈവകരം, ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കരം, കാണാൻ പറ്റാത്ത ഒരു ഇൻവിസിബിൾ ഹാൻഡ്സ്, ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ അതവിടെ കാണാൻ പറ്റും. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അരൂപിയുടെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തളരുമ്പോൾ നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാകാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാകാം, മക്കളെ ഓർത്തുള്ള പ്രശ്നമാകാം, കടബാധ്യത കൊണ്ടുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഓർത്തുള്ള വിഷമമാകാം, രോഗപീഠ, മാരക രോഗങ്ങളാകാം, എന്തൊരു ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രതിസന്ധികളാകാം, ഒന്നും ജീവിതം ഒരിടത്ത് എത്തുന്നില്ല. ശരിക്കും ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നഘട്ടങ്ങളിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് നമ്മുടെ പ്രാർത്ഥന സമയം. പ്രാർത്ഥന നന്നായിട്ട് കൂട്ടണം. പൗലോസ് പറയുന്ന പോലെ എഫെസ്യോസ് 6:18-19 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടെ പൗലോസിനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഈശോയുടെ നാമം പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയുടെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് അനുഭവിക്കാൻ പറ്റുക, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റുക. കാരണം അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14 കാണാൻ പറ്റും. പെന്തക്കോസ്ത് ദിനത്തിനു വേണ്ടി ആ ഒരു പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി അവർ 10 ദിനങ്ങൾ ഒരു പ്രാർത്ഥനയിൽ കഴിയുന്നുണ്ട്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും ഈശോയുടെ ശിഷ്യന്മാരുടെ മറ്റു സ്ത്രീകളോടൊക്കെ ചേർന്നിരുന്ന ഒരു പ്രാർത്ഥനയിൽ കഴിയുന്ന 12 അപ്പോസ്തലർ പ്രാർത്ഥനയിൽ കഴിയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം മറ്റൊന്നുമില്ല, പ്രയറിലിരുന്ന് പ്രാർത്ഥന ഇരുന്നാൽ മാത്രമേ അനുഭവിക്കാൻ. കൊളോസസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-3 കൃതജ്ഞത ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കും. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കവാടം, അടുത്ത വചനത്തിൻ്റെ വാതിൽ എവിടെ പോയി സുവിശേഷം അപ്പോൾ വാതിൽ തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനം അതല്ല ഈശോയുടെ മുമ്പിൽ ഒന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 22-17 മുതൽ 21 വരെ, അതായത് പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലെ വലിയ ഡിസിഷൻസ്, അവനെ ഓരോ സ്ഥലത്തുനിന്ന് ഒരു മിഷൻ സ്ഥലത്ത് നിന്ന് വേറെ മിഷൻ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അത് പറഞ്ഞത് അത് അവനല്ല പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോകുന്നത്, അരൂപി നയിക്കുന്നത് കാണാം. അതുകൊണ്ട് അപ്പം എന്നെ കൊണ്ട് പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള എന്തോ ഒരു ഗാഢമേറിയൊരു ബന്ധമാണെന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഈ ഈശോയുമായിട്ടുള്ള ആഴമേറിയ ബന്ധം കൊടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നത് കാണാം. ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അതാണ് ഈ അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 17 മുതൽ ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദിവ്യ അനുഭൂതി ഉണ്ടായി. ദിവ്യമായ അനുഭൂതികൾ, അല്ലെങ്കിൽ ദിവ്യമായ അനുഭവങ്ങൾ ഇത് നൽകി കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്.
കർത്താവ് എന്നോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും ഇത് കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്തു കിടക്കുക, കാരണം എന്നെക്കുറിച്ചുള്ള നിൻ്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ബന്ധനസ്ഥനാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. നിനക്ക് സാക്ഷി നൽകിയ സ്തെഫാനോസിൻ്റെ രക്തം ചിന്തിയപ്പോൾ ഞാനും അടുത്ത് നിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയുടെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കേൾക്കാം. ദൈവസ്വരം കേൾപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവവചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവസ്വരം തന്നെ കേൾപ്പിക്കുന്നത് പരിശുദ്ധ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആയിരക്കണക്കിന് അനുഭവമുണ്ട്. ദൈവം വന്ന് സംസാരിക്കുന്ന അനുഭവം. ആ ഒരു അനുഭവം, അതാണ് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി. അത് അനുഭവിക്കാം. ആ വ്യക്തി ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അത് വരുമ്പോഴാണ് നമ്മുടെ യാത്രയിലൊക്കെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകില്ല. നമ്മുടെ പ്രശ്നം, നമ്മൾ പലരെ കേൾക്കാൻ പോകുന്നു, പലരുടെ സ്വരങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് ദൈവസ്വരം തിരിച്ച് കിട്ടുന്നില്ല. കാരണം പരിശുദ്ധമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ദൈവസ്വരം തിരിച്ചറിയാൻ പറ്റാതെ ലോകത്തിൻ്റെ മറ്റുള്ളവരുടെ സ്വരം കേട്ടുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് പരിശുദ്ധമായിട്ട് വ്യക്തിബന്ധമില്ല. ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം പൗലോസ് പറയും, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, മനുഷ്യൻ്റെ പ്രീതിയോ ദൈവത്തിൻ്റെ പ്രീതിയോ? ഇപ്പോൾ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. അതിനുശേഷം പറയും ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-12, സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യരിൽ നിന്നല്ല അത് സ്വീകരിച്ച് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടോ. പലസ്യം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യരാരും എന്നെ പഠിപ്പിച്ചതല്ല, അത് ദൈവത്തിൻ്റെ, അത് പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ ആ പരിശുദ്ധാത്മ ബന്ധം സൂക്ഷിക്കുന്നത് കാണാൻ പറ്റും. സ്നാപകൻ്റെ ഒക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമല്ലോ. സ്നാപക യോഹന്നാനൊക്കെ ഈശോയുമായി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഗാഢമേറിയ ബന്ധമുള്ള വ്യക്തിയാണ്. അത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 45 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഈ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മ കൊണ്ട് നിറയുക. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്ക് വരിക, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുക, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അത് വീണ്ടും ലൂക്കാ സുവിശേഷം 1-ന്റെ 80 ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേൽ വെളിപ്പെടുന്നവരെ അവൻ മരുഭൂമിയിലായിരുന്നു. പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിൽ കൊണ്ടുപോകുന്നു, അവൻ്റെ വചന ശുശ്രൂഷ കൊണ്ടുപോകുന്നു, അവനെ ജ്ഞാനസ്നാനത്തിൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത് മുഴുവൻ നയിക്കുന്നു. ഒരു നിയന്ത്രണത്തിൽ അരൂപി അവനെ കൈപിടിച്ച് നടത്തുന്നതിൻ്റെ പണി. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടണം. ഈ അരൂപിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനനിമിഷം ഈ അരൂപിയുമായിട്ട് ബന്ധമുണ്ടാണ്. ഈ ബന്ധമില്ലെങ്കിലാണ് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകുന്നത്. വീണ്ടും കാണാൻ പറ്റും അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെക്കുറിച്ച് സാക്ഷി നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷി നൽകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാവെന്ന് പറയണം, നീ ഇവിടെ ജെറുസലേമിൽ സാക്ഷി നൽകിയ പോലെ നീ റോമായിലും സാക്ഷി നൽകേണ്ടിയിരിക്കുന്നു. കാരണം അരൂപി ഇവന് രാത്രി ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവൻ നയിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ഇവനോട് സംസാരിക്കുക. അത് കർത്താവ് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണുന്നത്, ഈശോ അവനോട് പറയുന്നതായിട്ട് പരിശുദ്ധാത്മാവിന് അനുഭവം കൊടുക്കുക. ശരിക്കും ഇത് അതിൻ്റെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്നത് റുഹായാണ്, പരിശുദ്ധാത്മാവ്. ഈ അരൂപി നമ്മൾ നയിക്കട്ടെ. അതുകൊണ്ട് ഈശോ പറയുന്നത് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നിക്കോദേമോസിനോട് ഈശോ ഇത് തന്നെ പറയുന്നുണ്ട്. ജ്വരത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കാറ്റതിന് ഇഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, പക്ഷേ അത് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നൊരു ആത്മാവ് ജനിപ്പിക്കുക, പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുക, പരിശുദ്ധാത്മാവ് നയിക്കുക, പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ പോവുക. അവൻ്റെ നിയന്ത്രണം, നാവ്, ചിന്ത, നോട്ടം എല്ലാം പരിശുദ്ധാത്മാവ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില ജീവിതങ്ങൾ ആത്മീയ പിതാവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവാത്മാവ് നിയന്ത്രിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അത് തന്നെ ഉണ്ടാകണം. പലപ്പോഴും ഈ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം, ആ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും ആയിത്തീരാൻ വേണ്ടി ജീവിതം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ലൂക്കാ 1:38 പിതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലും ആവട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ പോലെ അങ്ങ് കൊടുക്കണം. അപ്പോൾ ഈ ദൈവാത്മാവിനെ നിയന്ത്രിക്കപ്പെടും. അതാണ് അത്ഭുതം. അല്ലാതെ ഏതെങ്കിലും രോഗശാന്തികളോ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകും, നല്ലൊരു ബഹിഷ്കരണ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണത പ്രാപിക്കും. ഇത് ജീവിതം മുഴുവനും, നമ്മുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും, പ്രദോഷം മുതൽ പ്രഭാതം വരെയും, രാത്രിയും പകലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലായിടത്തും അരൂപി നമ്മൾ നയിക്കട്ടെ. ഈ അരൂപി നമ്മുടെ നാവിൽ നിറയുമ്പോൾ നമ്മൾ വാതുറന്ന് സുവിശേഷമൊക്കെ പ്രസംഗിക്കും. പരിശുദ്ധാത്മാവ് നിറയാതെ സുവിശേഷം പ്രസംഗിച്ചാൽ അവിടെ വചന പ്രഘോഷണം നടക്കും, പക്ഷേ അവിടെ ജീവൻ പ്രവർത്തിക്കുക, അല്ല അരൂപി ഒഴുകുന്ന, അല്ലെങ്കിൽ ആളുകൾ മാനസാന്തരം സൗഖ്യം സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിബന്ധം, ഒരു ആഴമേറിയ ഒരു ഹൃദയ ഐക്യം നമുക്കുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനല്ല, നേരെ മറിച്ച് ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകണം. ചില സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ബൈബിളിൽ വലിയൊരു സംഭവമുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ
8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 25 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഒരു ശിമയോൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പത്രോസും യോഹന്നാനൊക്കെ കൈപ്രാർത്ഥന നടത്തിയപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധാഭിഷേകം ഉണ്ടാകുന്ന കണ്ടപ്പോൾ ഇവൻ പണം കൊടുത്തുകൊണ്ട് അപ്പസ്തോലൻ പത്രോസിന് പണം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ ശക്തി എനിക്ക് ശക്തിയായിട്ട് തരും. ഇതങ്ങനെ പ്രൈസലോട് അവിടെ വചനം വായിക്കാം. പിന്നീട് അവരുടെ മേലെ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട്, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക, ഒരു ശക്തി തരിക. പത്രോസ് പറഞ്ഞു, നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതിനാൽ നിൻ്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിമോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടെ പറയാം, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അപ്പോൾ ഹൃദയം ശുദ്ധമായ ലക്ഷ്യത്തോടെ മാത്രമേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് നിൻ്റെ ഹൃദയം, അവിടെ പറയാം, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ്, അസൂയയിലാണ്, ചെടിക പാപത്തിലാണ്, മ്ലേച്ഛതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ, ആ അരൂപിയുമായിട്ട് ആഴമേറിയ ബന്ധത്തിൽപ്പെടാൻ നിനക്ക് പറ്റാതെ പോകുന്നത്. അപ്പം അത് നീങ്ങണം. അപ്പം എങ്കിലേ നിനക്ക് പരിശുദ്ധാത്മാവ് കിട്ടുള്ളൂ. പൗലോസിനെ വളരെ ആത്മാവെന്ന് പറഞ്ഞ പത്രോസിനെ ആത്മാവ് പരിശുദ്ധാന്ന് പറഞ്ഞ വ്യക്തിയാണ് പത്രോസിനോട് സംസാരിക്കുന്നത് വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവ് ആണ്. പരിശുദ്ധാത്മാവ് പത്രോസിനോട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അവൻ എന്തുകൊണ്ടാണ് അനോയിൻറ്റിങ് കിട്ടാത്തതിൻ്റെ കാരണം? അവൻ പണത്തിന് വേണ്ടിയാണ് അവൻ ഇതിനു വേണ്ടിയുള്ള വഴി കണ്ടുപിടിച്ചത്. പണം കൊടുത്ത് വാങ്ങാമെന്ന് കരുതുക, സമ്പത്ത് കൊടുത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, കപടതയോടെ നടക്കുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവിനെ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ കാശ് കൊടുത്തൊന്നും അങ്ങനെ നമ്മൾ കള്ളത്തരത്തിലുള്ള കിട്ടില്ല. അവിടെ ഹൃദയം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അത് അന്ന് ഇന്നുകൊണ്ട് സഭ ഇതൊരിക്കലും ഇല്ലാതെ പോയിട്ടില്ല. ലോകാവസാനം വരെയും ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം നമുക്ക് പറയാം, പരിശുദ്ധാത്മാവിന് അവസാനമില്ല. ശരിക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 3ാമത്തെ ആളാണ്. അങ്ങനെ അവസാനമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഭൂമി നമ്മുടെ കൂടെ കൊണ്ടായിരിക്കുക, അവസാനം നമ്മെ നിത്യജീവിതത്തിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നതന്നെ പരിശുദ്ധാത്മാ. അപ്പോൾ ഈ അരൂപയെ അറിയാനും അനുഭവിക്കാനും വ്യക്തിപരമായ ബന്ധം പുലർത്താൻ നിനക്കിടയാട്ടെ. ശരിക്കും ഏറ്റവും വലിയ അറിവ് ഈ പരിശുദ്ധാത്മാവിനെ അറിയുക എന്നുള്ളതാണ്. അതാണ് പൗലോസ് പറയുന്നത് ഈ ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വ നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യാം. യേശുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടേണ്ടത്. ശരിക്കും ഈ പൗലോസിലേക്ക് കൂടി ഈശോയോട് അത്ര അഗാധമായൊരു സ്നേഹമുണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവാണ് ഈശോയുമായിട്ട് നമ്മൾ ഇത്ര അടുപ്പിക്കുന്നത്. ഈശോയുമായിട്ട് ആ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യും. സഹനങ്ങളും പീഡനങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലൊക്കെ വരുമ്പോഴും ഈശോയെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ആ അനുഭവം കിട്ടിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അനുഗ്രഹം. ഇന്നത്തെ പല സമൂഹം വേറെ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവിനെ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ അതല്ല ശരിക്കും അരൂപിയുടെ നിയന്ത്രണം. അപ്പോൾ പൗലോസിലേക്കായൊക്കെ നിയന്ത്രിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്, നയിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്, പ്രസംഗിപ്പിച്ച പരിശുദ്ധാത്മാവുണ്ട്. സഹനത്തിന് നടുവിലൂടെ പോകുമ്പോൾ ഈശോ ഏറ്റു പറഞ്ഞ പൗലോസിലേക. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ അതുപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കൊറിന്തോസിൻ്റെ 12-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ പൗലോസിലേക്ക് 3-ാം സ്വർഗം വരെ കാണിച്ചു കൊടുത്തെന്ന് വചനം പറയുന്നുണ്ട്. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും തിരിയട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല. ദൈവത്തിനുമേ അറിയൂ, ഈ മനുഷ്യൻ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല, അത് ദൈവത്തിന് അറിയാം. അവാജ്യവും മനുഷ്യന് വിചാരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും, എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളെക്കുറിച്ചല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. പൗലോസ് പറയാം, ഞാൻ കണ്ടു 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ കണ്ടു. അത് സ്വർഗത്തിൻ്റെ ദർശനം കിട്ടുക, ഉദ്ധിതനായ യേശുവെ കാണുക, ഒരു പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാകാം, സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ, അല്ലെ തൻ്റെ തന്നെ ആത്മാവിൻ്റെ ഒരു അനുഭവമാകാം. പക്ഷെ അത് ദൈവം വെളിപ്പെടുത്തുക, ഇത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു. ശരിക്കും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയ ആ ഡമാസ്കസ് അനുഭവത്തിൻ്റെ അന്ന് മുതൽ പൗലോസ്ലീഹ ഒരു കൂടെ ഒരു ഉറ്റമിത്രമെന്ന പോലെ, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന പോലെ പൗലോസ് കൂട്ടത്തിൽ കൊണ്ടുപോയി നടന്നത് പരിശുദ്ധാത്മാവിനെയാണ്.
അപ്പം ആ അരൂപിയോട് ബന്ധം, പ്രാർത്ഥനിക്കുന്നു, പരിശുദ്ധമാവിനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുകൊണ്ടു, ഇവന് അറിവ് കൊടുക്കുന്നു, ഇവന് വഴി പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അരൂപിയുമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ട്, ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്, അതുണ്ടാകണം. അതാണ് നമ്മുടെ ഈ അരൂപിയില്ലാതെ നമ്മൾ നാട്ടുകാരെ എല്ലാം കൂട്ടുകൂട്ടി അവനുണ്ട് ഇവനുണ്ട് ഇതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് നയിക്കപ്പെടുക. ഒരു കാര്യം ചെയ്യുന്നിടത്ത്, ഒരു പ്രവർത്തിക്കുന്നിടത്ത് എല്ലാം ഈ അരൂപി നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കും, വീഴ്ചകളിലൂടെ ഒക്കെ കൊണ്ടുപോകും, തകർച്ചകൾ കൊണ്ടുപോകും. നമ്മൾ പലതരത്തിലാണ് പരിശുദ്ധാത്മാവിനെ പരിശീലിപ്പിക്കുന്നത്. ആ അരൂപിയെ നമ്മൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പരിശീലിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അരൂപിയെ നമ്മൾ അറിയുക. ആ അരൂപി നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവ് ഉണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് ചെയ്തു തരും. അരൂപി നിങ്ങൾക്ക് ചെയ്തു തരും. അരൂപിയുടെ വലിയ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അരൂപിക്കാട് ഹൃദയം, ജീവിതം മുഴുവൻ നമ്മൾ തുറന്നു കൊടുക്കുക. അരൂപി അപ്പോൾ അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സ്വർഗ്ഗപിതാവിനോട് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധമാൻ്റെ സഹായം കിട്ടാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുക, നമ്മുടെ ജീവിതത്തിൽ തളർച്ചകൾ, ആത്മീയ തളർച്ച, ബൈബിൾ വായിക്കാൻ നല്ല താല്പര്യമുള്ള പോലെ തന്നെ ചിലപ്പോൾ താല്പര്യം കുറഞ്ഞു പോയെന്ന് വരാം. എന്നും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നി വരാം. കുദാശകളൊക്കെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറവ് വരുന്നവരാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്നിടത്തും ചിലപ്പം പാശ്ചാത്യ ശക്തി നമ്മൾ അശുദ്ധിയുടെ വഴിയോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ജപമാലയൊക്കെ എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല അവസ്ഥ. ഈ സമയത്ത് നമ്മൾ സഹായം തേടണം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതൊരു വെറുതെ ഒരു പാട്ടുപാടലോ ഒരു പ്രാർത്ഥനയല്ല, അതൊരു സംഭവമല്ല, എന്തെങ്കിലും ചൊല്ലിക്കൂട്ടലല്ല, അച്ചടിച്ചു വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിക്കൊണ്ട് കാര്യമില്ല. അത് നേരെ മറിച്ച് ഞാൻ അറിഞ്ഞ് സ്നേഹിക്കും. വേറെ പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടെ വന്നു കഴിയുമ്പോൾ ആ അരൂപിയോടുള്ള ബന്ധം എപ്പോഴും ഉണ്ടാണ്. അല്ല ചില ആവശ്യത്തിന് മാത്രം നമ്മൾ ചെല്ലുന്നു, എന്തെങ്കിലും അത്യാവശ്യം മാത്രം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ആകാതെ ഈ അരൂപിയും കൊണ്ട് രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, പ്രദോഷം മുതൽ പ്രഭാതം വരെ നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ യാത്രകളിലും നമ്മുടെ ജീവിതത്തിലും. അപ്പോൾ ഈ അരൂപിക്ക് ചേരാത്ത പ്രവർത്തികളൊക്കെ അരൂപി നമ്മൾ പരിശുദ്ധം പറയും, ഇത് കളയണം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞെല്ലാം നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു വ്യക്തിബന്ധം, ഒരു പേഴ്സണൽ ബന്ധം, ആഴമേറിയ ബന്ധം നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാം, ഹെർമിറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ സഭയിൽ ഇങ്ങനെ ഏകാന്തവാസികളായ പുണ്യവാന്മാരുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഏകാന്തത്തിൽ, അങ്ങനെ ഒരിക്കലും ബൈബിളിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പക്ഷേ ഈ ഏകാന്തവാസികൾ എന്ന് പറയുന്ന തിരുസഭ പറയുന്ന പുണ്യവാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അത് അവർ അനുഭവിച്ചു. ആ അനുഭവത്തിലാണ് അവരങ്ങനെ ആയിത്തീരുന്നത്. പിന്നെ അവർക്കതൊരു ആനന്ദമായിട്ട്, ആഹ്ലാദമായിട്ട്, രക്ഷാകരമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞ് പ്രവർത്തിക്കുക. അരൂപി നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് എന്ന പോലെ, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന പോലെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സൗഹൃദങ്ങളൊക്കെ ദൈവം നഷ്ടപ്പെടുത്തും. ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, ചില വ്യക്തികൾ നഷ്ടപ്പെടുന്നു, നമ്മൾ ആഗ്രഹിച്ച ആൾ നഷ്ടപ്പെടുന്നു, നമ്മൾ സ്നേഹിച്ച ആളെ, പ്രേമിച്ച ആളൊക്കെ ദൈവം ഒന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്തിനാണ് നമ്മുടെ ചില വലം കൈകൾ, ഇടം കൈകളൊക്കെ ദൈവം എടുത്തു കളയും. അപ്പോൾ നമ്മുടെ അതിൻ്റെ കാരണമൊന്നുമില്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ വ്യക്തികളിലല്ല, അവനിലുള്ള പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചല്ല പോകേണ്ടത്. അത് അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ, അല്ല അവളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ, അത് അവരെ നടത്താൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ദൈവം നിർത്തിയിരിക്കുന്ന മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, സാന്നിധ്യം. അപ്പോൾ അത് എന്നെ നഷ്ടപ്പെടാതെ ഞാൻ എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ ആ അരൂപിയുമായിട്ടുള്ള ഗാഠമേറിയ, ആഴമേറിയ ഒരു ബന്ധം അത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഈ അരൂപിയോടുള്ള ബന്ധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ വിശ്വാസത്തിലൊക്കെ തകർച്ചന് കാരണം ഇതുകൊണ്ടാണ് തിരുസഭ ലോകത്ത് നിലനിൽക്കുന്നത്. ഇപ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും സഭ അത് വളർന്നു പോകുന്നതിൻ്റെ കാരണം ആരും അറിയുന്നില്ല. അതിനകത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അരൂപി ചലിക്കുന്നുണ്ട്. അരൂപിയുടെ ചലനങ്ങളെ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ സാഹചര്യങ്ങളും, ഓരോ വ്യക്തികളുടെ ആകാം, സാഹചര്യങ്ങളുടെ ആകാം, ദേവാലയങ്ങളുടെ ആകാം, പല സാഹചര്യങ്ങളിലൂടെ, സഭയുടെ ആരാധനക്രമങ്ങളിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവ് സഭയെ അതിൻ്റെ തീരത്തിലേക്ക്, സ്വർഗമാ തീരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ വചനത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് മാത്രം, അതായത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഗാഠമേറിയ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണം. 2 കൊറിന്തോസിൽ 13-ാം അധ്യായത്തിൻ്റെ 5-6 വചനം പൗലോസ് പറയും, നിങ്ങളുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും
ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം. നിൻ്റെ ഉള്ളിൽ നിന്നെ പരിശുദ്ധം ഉണ്ടത്. പലരും അത് ചിലർ ഉറങ്ങിക്കിടക്കുകയാണ്, ചിലത് മൈൻഡ് ചെയ്യുന്നില്ല, ചിലരുടെ ഹൃദയത്തിൽ പരിശുദ്ധമായി കരഞ്ഞുകൊണ്ട് കിടക്കണം. ബൈബിൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പറയും. വേദനിപ്പിക്കരുത്. അപ്പോൾ ചിലപ്പോൾ വേദനിച്ച് കഴിയായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ അരൂപിയെ നിങ്ങൾ അറിയുക, അറിഞ്ഞ് ആ അരൂപിയുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുക, അരൂപിയോട് കൂടെ അരൂപിയെ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിനെ ആദ്യം വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുക, പരിശുദ്ധ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക, യാത്രയിലുണ്ടെന്ന് വിശ്വസിക്കുക. 2 കൊരിന്തോസിൻ്റെ 13:5 മുതൽ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വചനം പറയുകയാണ്, 2 കൊരിന്തോസിൻ്റെ 13:6 മുതൽ 9 വരെയുള്ള വചനം വലിയ വചനമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജയരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പൗലോസ് പറയാം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ പരിശോധിക്കും, പരീക്ഷിക്കും. യേശുക്രിസ്തു നിങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഏറ്റവും വലിയ പരാജയത പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യം ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു പരീക്ഷണത്തിൽ നമ്മൾ തോറ്റ് കിടക്കുകയാണ്, നമ്മൾ അപകടപ്പെട്ട് കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് ഉണരണം നമ്മൾ. പിന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഈ ധ്യാനം കൂടുമ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കും. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ കാണാം, രോഗങ്ങൾ കാണാം, ഒറ്റപ്പെടൽ കാണാം, ഒരു പ്രതിസന്ധിയിലായി, ഒരു ക്രൈസിസിലായി നിൽക്കുന്നത്. അവിടെ പരിശുദ്ധമായി പ്രാർത്ഥിക്കുക. പൗലോസിലേക്കാണെങ്കിൽ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന് പൗലോസിലേക്കായിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായി അവനോട് സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ജെറുസലേം വെളിയിൽ കിടക്കുക, നീ പോയി നിനക്ക് വിജാതിരയ്ക്ക് സുവിശേഷ പ്രസംഗമുണ്ട്. അപ്പോൾ പരിശുദ്ധമായി നയിക്കുന്ന മനോഹരം. അപ്പോൾ ശരിക്കും വളർത്തേണ്ടത് പരിശുദ്ധ പൗലോസ് സാധാരണക്കാരനായ പൗലോസ്ലീഹായ ദൈവം വലിയൊരു ഇവാഞ്ചലിസ്റ്റായിട്ട്, സുവിശേഷകനായിട്ട്, അല്ലെങ്കിൽ വലിയൊരു മിഷണറി ആയിട്ട് സഭയെ മുഴുവൻ ബലപ്പെടുത്തിയൊരു മിഷണറി ആക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ദൈവാരൂപിയുടെ പ്രവർത്തനമാണ് സംഭവിച്ചത്. അപ്പോൾ ഈ അരൂപി നമ്മളിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ വചനത്തിലൊക്കെ അതാണ് ജീവൻ. പൗലോസ്ലീഹ ഓരോ വചനത്തിനും ജീവനുള്ള കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് ബന്ധമുള്ള ആ വ്യക്തി. നമുക്ക് ബൈബിൾ പഠിക്കുമ്പോഴാണ് പൗലോസ്ലീഹായെ നയിക്കുന്നത് പരിശുദ്ധ, വേറെ ആരുടെയും ഉപദേശം ഒന്നുമല്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം പൗലോസ്ലീഹായിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇതിനെ പൗലോസ് വീണ്ടും പറയുന്നുണ്ട് കൊളോസ്സസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 24 മുതൽ 29 വരെയുള്ള വചനം. നിങ്ങളെ പ്രതിയുള്ള പീഡകളെ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി യേശുക്രിസ്തുവിന് സഹിക്കേണ്ടത് പീഡനങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. പരിശുദ്ധം നിങ്ങളുണ്ട്, പരിശുദ്ധമാവും നിങ്ങളിലുണ്ട് എന്ന്, അതാണ് രഹസ്യം. പരിശുദ്ധമാവും ഈശോ കൂടെ ഉണ്ട്, ഈശോ ഉണ്ട്, പരിശുദ്ധമുണ്ട്. അപ്പോൾ ഈ അരൂപിയായിട്ട് ബന്ധം പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തി ബന്ധം കാണാം. നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈശോ തനിച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ തബർമലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഈശോ ഗത്സമൻ തോട്ടത്തിലിരുന്ന സഹന സമയത്ത് ശരിക്കും അവിടെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നെങ്കിൽ പരിശുദ്ധമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 1 മണിക്കൂറെങ്കിലും അല്ല 1/2 മണിക്കൂറെങ്കിലും പ്രാർത്ഥനയിരിക്കാം. അല്ല നമ്മൾ ആരെയും പിടിച്ച് കെട്ടി നിർബന്ധിച്ചൊന്നും കൊണ്ടുപോകുന്ന കാര്യമൊന്നുമല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കും ഒക്കെ ഉണ്ടാകേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മുടെ കൂടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽപ്പുണ്ട്. അരൂപിയുടെ വലിയ പ്രവർത്തനമുണ്ട്. അരൂപി നമ്മളെ പ്രവർത്തിക്കുന്ന നമ്മൾ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്, നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്നുണ്ടെന്നുള്ള വലിയ വിശ്വാസം. അപ്പോൾ ഈ അരൂപി നമ്മൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അരൂപി നമ്മൾ നിറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ അരൂപിയായിട്ട് ബന്ധത്ത് വരിക. അപ്പോൾ സംശയിക്കരുത്. ആണ് ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി നമുക്ക് എന്ത് തരുന്നു ഒറ്റ ചോദ്യമുണ്ട്. ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവ മതം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം, അല്ലെങ്കിൽ കത്തോലിക്ക തിരുസഭ നമുക്ക് എന്ത് തരുന്നു വെച്ചാൽ പരിശുദ്ധാത്മാവിനെ തരുന്നു. ഈശോയുടെ ചങ്കിൽ നിന്ന് വരുന്ന പരിശുദ്ധ
പരിശുദ്ധാത്മാവിനാണ് സഭ നമുക്ക് തരുന്നത്. അതാണ് കൈവെപ്പിലൂടെ നൽകപ്പെടുകയാണ്. സഭ നമുക്ക് തരുന്ന ഇനി ജീവിക്കേണ്ടത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ജീവിക്കുക. സഭയിൽ കൂദാശകളോട് ചേർന്ന്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന്, അതുപോലെ തന്നെ കുമ്പസാരത്തോട് തന്നെ ഓരോ കൂദാശകളും ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്ത് അതിനോട് ഐക്യപ്പെട്ടാണ് നമ്മൾ ആ പരിശുദ്ധാത്മാവിൽ വളരുക. ഈ അരൂപിയിൽ വളർച്ചയാണ്. അപ്പോൾ അരൂപിയാണ് നയിക്കുക. അപ്പോൾ ഒരാളെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അരൂപി വളർന്നു, അല്ലാതെ നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ അറിവൊന്നുമില്ല. അപ്പോൾ ഈ വളർച്ചയുടെ പിന്നിൽ പരിശുദ്ധാത്മ ചിലപ്പോൾ സഹനം കൊടുക്കും. പരിശുദ്ധ സഹനം കൊടുക്കും. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. പൗലോസ്ലീഹായെ അഭിഷേകം ചെയ്യുമ്പോൾ തന്നെ പൗലോസ്ലീഹായോട് പറയുന്നത്, പൗലോസ്ലീഹയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ വരം സഹനത്തിൻ്റെ വരം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം പറയും, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വലിയ സഹനം കൊടുക്കും. എന്തിനാണ് സഹനം കൊടുക്കുന്നത്? ഈ തിരഞ്ഞെടുക്കുന്നവരെ അവരെ വിശുദ്ധീകരിച്ച് മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റാൻ വേണ്ടിയാണ്, ഈശോയുടേതാക്കി മാറ്റാൻ വേണ്ടി, സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി വലിയ സഹനം കൊടുക്കും. ഒറ്റപ്പെടലുകൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, ഭീഷണികൾ, കുറവുകൾ ഒക്കെ കൊണ്ടുവരും. ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. ആ വ്യക്തി വിശുദ്ധീകരിച്ച് ഈശോ പറയുന്ന പോലെ, യോഹന്നാൻ 17:19 പറയുന്ന പോലെ, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് വിശുദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ചില സഹനങ്ങൾ. അതുകൊണ്ടാണല്ലോ ഈ 1 പത്രോസിൻ്റെ 4:1-2-3 വചനം പറയുന്നത്, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സഹനത്തിന് മഹത്വം കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇവിടെ വായിക്കേണ്ട വലിയ വചനമാണ് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഈ സഹനത്തിൻ്റെ മഹാത്മ്യമുണ്ട്. അവിടെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളത്. നമ്മെ നേട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയ സ്ഥിരോത്സാഹത്തോട് തീർക്കാം. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവൻ തനിക്ക് ഉണ്ടായിരുന്ന അവമാനം ഒക്കെ ഒന്നും അവഗണിച്ച് അവൻ ക്ഷമയോടെ അവൻ കുരിശ് വഹിച്ചു. പിതാവിൻ്റെ വലതുവശത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുപോയ വഴി മുഴുവൻ സഫറിങ്ങിൻ്റെ വഴിയിലൂടെ കൂട്ടിക്കൊണ്ട്, അല്ലാതെ അവിടെ സുഖത്തിന് അപ്പോൾ ചില പരിശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ പിന്നെ സഫറിങ് ഉണ്ടാവും. പക്ഷേ സഫറിങ് ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ നിത്യജീവൻ, നമ്മുടെ നിത്യരക്ഷ, ആത്മരക്ഷയാണ്. അപ്പോൾ ഈശോയ്ക്ക് സ്നേഹം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒരു പെന്തക്കോസ്ത് തിരുനാൾ ഒരുങ്ങുമ്പോൾ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് കയറി ബന്ധിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾ കൺട്രോൾ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആലിംഗനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും എല്ലാം നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നൊരു വലിയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരമായ ബന്ധം പറയാം. പഴയ നിയമത്തിൽ എല്ലാ പ്രവാചകന്മാരെയും അവർ പ്രവാചകനാകാനുള്ള കാരണം അവർ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. വേറെ പരിശുദ്ധാത്മാവാണ് ഒരാളെ പ്രവാചകനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഒരു വിശുദ്ധനാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നീതിമാനാക്കി എടുക്കുന്ന പോലും പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു പറയുമ്പോൾ അങ്ങനെയൊക്കെ നീതിമാനാകാൻ പറ്റും. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് നീതിമാനായി തീരുന്നത് സംഭവം. അമ്മ ദൈവം അപ്പോൾ പരിശുദ്ധാത്മാവാണ് വളർത്തുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ അറിയുക. സഭയിൽ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി അറിഞ്ഞ് ആ വ്യക്തിപരമായിട്ട് ആ പരിശുദ്ധമായിട്ട് ബന്ധം സൂക്ഷിക്കുക. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-8 വചനം പറയും, കർത്താവിൻ്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്ന എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അറിയണം. എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിലുമുണ്ട്, എന്നോട് കൂടെയുണ്ട്, എൻ്റെ ആത്മാവിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ ആത്മാവാണ് നമുക്ക് സുവിശേഷ പ്രഘോഷണ മേഖല ഇറങ്ങുമ്പോൾ അതിനു വേണ്ട ആയുധങ്ങൾ, കൃപകൾ ഒക്കെ തരുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. അതെല്ലാം സഹായിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഉപേക്ഷിക്കുന്ന പരിശുദ്ധാത്മാവല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് സഹനം തരുന്നത്, എന്തിനാണ് രോഗം തരുന്നത്, എന്തിനാണ് പ്രശ്നങ്ങൾ തരുന്നത്, എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത്, എന്തിനാണ് നമുക്ക്, അതെല്ലാം പരിശുദ്ധം തരട്ടെ. പരിശുദ്ധം സംസാരിക്കട്ടെ. ദൈവവചനത്തിലൂടെ സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഓരോ സെക്കൻഡും എപ്പോഴും കാണുക. നെഗറ്റീവ് മൈൻഡ് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് അത് പൈശാചശക്തിയല്ല ഇരിക്കുന്നുണ്ട്. പൈശാചശക്തി ഇരിക്കുമ്പോൾ എല്ലാം നെഗറ്റീവായിട്ടേ കാണുള്ളൂ. ദൈവ പദ്ധതി കാണാൻ പറ്റത്തില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ നമുക്ക് നെഗറ്റീവ്. ഇപ്പോൾ മൈൻഡ് ഡിപ്രഷൻ ബാധിക്കുക. ഇത് ലോകം മുഴുവൻ ഡിപ്രഷൻ ബാധിക്കുന്നു. അതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബന്ധമില്ലാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ബന്ധമില്ലാത്തതുകൊണ്ടാണ്. റോമാലേഖനം 5:6 വചനം അറിയാം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും തരുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും നിറഞ്ഞ് പ്രവർത്തിക്കട്ടെ. തുടർന്നുള്ള ഈ ആരാധന സമയത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ആമേൻ.
യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന സ്തുതിക്കുന്നു 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 സ്തുതി ആരാധന ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കുന്നു അഭിഷേകം പെയ്തിറങ്ങട്ടെ എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ജീവിതങ്ങളുടെ മേലും പരിശുദ്ധമായ കൃപ കൊടുക്കട്ടെ യേശുനാഥ നീ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യന്തനാഥന്റെ കരവിരുത് മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രം രണ്ട് കരങ്ങൾ സ്തുതിക്കുന്നു ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന തകടിച്ച് പാടി ശക്തിയോടെ ശക്തിയോടെ അഭിഷേകത്തോടെ ജീസസ് നെയിം ഞങ്ങൾ ഉയർത്തി കടിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ ദൈവിക ശക്തി ആത്മീയ ശക്തി എന്നിൽ പകരണമേ പരിശുദ്ധമാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ ദൈവിക ശക്തി ആത്മീയ ശക്തി എന്നിൽ പകരണമേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആത്മാവിന്റെ അഗ്നിയെ പരിശുദ്ധാത്മാവിയെ കടന്നു വരണമേ എല്ലാ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ അഭിഷേകമായി മാറണമേ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ എല്ലാ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ സൗഖ്യമായി വിടുതലായ രക്ഷയായി സമാധാനമായി ആശ്വാസമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നയിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ കൈപിടിച്ച് നടത്തണമേ. ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് ശക്തിയോടെ എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണേ. യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ പുത്ര, ബന്ധന വഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശുരക്തത്താൽ, യേശുനാമത്തിൽ യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പിതാവേ പരിശുദ്ധനെ വർഷിക്കണേ, പരിശുദ്ധനെ വർഷിക്കണേ, പരിശുദ്ധനെ വർഷിക്കണേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ സഹായിക്കണമേ, സഭയെ സഹായിക്കാൻ, ശുശ്രൂഷിക്കാൻ, ദൈവത്തിന്റെ മക്കളായിട്ട് മാറാൻ പരിശുദ്ധനെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഞങ്ങളടിച്ചു പാടാം. അഭിഷേകം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം. അടിച്ചു പാടി കൃപയ്ക്കുമേ കൃപ കൊടുക്കട്ടെ. ഈ സമയത്ത് എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ സാന്നിധ്യം. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥ,
യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ ഈ സമയത്ത് ഈ സ്ഥലത്ത് എല്ലാ മക്കളുടെ മേലും ഞങ്ങൾ വിശുദ്ധീകരിക്കണേ. പരിശുദ്ധമായി ഞങ്ങൾ വിശുദ്ധീകരിക്കണം. കാഴ്ചപ്പാടുകൾ മാറ്റണം, തടസ്സങ്ങൾ മാറ്റണം, സഹായിക്കണം. പിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്തനായ പിതാവേ. വീണ്ടും സ്തുതിക്കണം. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ പരിശുദ്ധമായ ശക്തിയാൽ കൽപ്പിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും എല്ലാ മക്കളെയും വിട്ടുപോകട്ടെ. എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ സമാധാനം ഉണ്ടാകട്ടെ. ദൈവവചനം ധ്യാനിക്കാനും സ്വീകരിക്കാനും കൃപ ലഭിക്കട്ടെ. വിശുദ്ധിയോടുള്ള താല്പര്യം ഉണ്ടാകട്ടെ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകട്ടെ. പരിശുദ്ധമാവേ ഞങ്ങൾ നിറയണേ. പരിശുദ്ധമാവേ സഹായിക്കണമേ. പരിശുദ്ധമാവേ ഞങ്ങൾ അങ്ങ് ദ്രോഹിച്ചിട്ടുള്ള നിമിഷങ്ങളോട് മാപ്പി പറയുന്നു. ഞങ്ങളുടെ വാക്കുള്ള പെരുമാറ്റങ്ങളോട് അങ്ങ് ദ്രോഹിച്ച നിമിഷങ്ങളോട് മാപ്പി പറയുന്നു. പരിശുദ്ധമാവേ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പരിശുദ്ധമാവേ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. പരിശുദ്ധമാവേ ഞങ്ങൾ നിറയണേ. പരിശുദ്ധമാവേ പൈശാചിക ശക്തികളുടെ അടിമത്തിൽ കഴിയുന്ന മുഴുവൻ മക്കളും ബന്ധനടിക്കണം. പരിശുദ്ധമാവേ ഞങ്ങളൊരു ഉപകരണമാക്കണമേ. കാലഘട്ടത്തിന്റെ ഉപകരണമാക്കണം. പരിശുദ്ധമാവേ ഞങ്ങൾ നയിക്കണേ. പരിശുദ്ധമാവേ ഞങ്ങൾ നിയന്ത്രിക്കണേ. പരിശുദ്ധ ഹല്ലേലൂയ 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 Jesus, hallelujah.